SSLC കെമിസ്ട്രി പരീക്ഷ ടഫായിരിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ പറയുന്നതല്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കടാ. ഓണപ്പരീക്ഷ കെമിസ്ട്രി എന്തായിരുന്നു? ടഫായിരുന്നു. ക്രിസ്മസ് എക്സാമോ ടഫായിരുന്നു. മോഡലോ ടഫായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക്കും എന്താവും? ടഫാവും. എന്തുകൊണ്ടാണ് ടഫായെന്നറിയോ? നമ്മൾ ഇത്രയും കാലം ചെയ്തു പോയ രീതിയിലല്ല ഓരോ ചോദ്യ പേപ്പറിലും ചോദ്യങ്ങൾ ചോദിച്ചത്. എൻറ്റയർലി ഓണം, ക്രിസ്മസ് എന്നീ പരീക്ഷകളുമായിട്ടും SCRT സെറ്റുകളുമായിട്ടും ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാത്ത ചോദ്യങ്ങളായിരുന്നു നിങ്ങളുടെ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പരീക്ഷ ടഫായി. കാരണം നിങ്ങൾ എന്താണോ പഠിച്ചു പോയത് അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു പരീക്ഷാ പേപ്പറിൽ ചോദിച്ചത്. ഐസോമർ ചോദിച്ചു, പക്ഷേ പല രീതിയിലാണ് ചോദിച്ചത്. പൊസിഷൻ ഐസോമർ ചോദിച്ചു, പക്ഷേ വേറെ രീതിയിലാണ്. മെറ്റാമറും പൊസിഷനും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ചോദിച്ചു. കാർബൺ മോണോക്സൈഡിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കണം, കാർബൺ മോണോക്സൈഡിൽ നിന്ന് എഥനോയിക് ആസിഡ് ഉണ്ടാക്കണം. അങ്ങനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇക്വേഷൻസ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പിന്നെയും കുട്ടികൾക്ക് ഒരു പ്രയാസം ഒഴിവാക്കി കൊടുത്തത്. ഗ്യാസ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇക്വേഷൻസിലൂടെ ഇവിടെ ഇത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണമെങ്കിൽ അവിടെ എത്ര കാർബൺ വേണം എന്ന ചോദ്യങ്ങളിലേക്കുള്ള ആ ഒരു ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ച് വരികയുണ്ടായി. പിന്നെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഗാൽവാനിക് സെല്ല് വോൾട്ടേജ് കൂടുതൽ ഏതിലാണ് എന്നുള്ള രീതിയിലുള്ള ട്വിസ്റ്റഡ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കുറച്ച് ഡയറക്റ്റ് ആയിട്ട്, അതായത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചോദിച്ചു. ഏഴാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കുറേ കാര്യങ്ങൾ, ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്റർ, അത്രയും കാര്യങ്ങൾ പഠിച്ചു പോയി. പക്ഷേ വളരെ കുറഞ്ഞ ഏരിയയിൽ നിന്ന് മാത്രമാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മീൻസ് സൾഫ്യൂരിക് ആസിഡ് അങ്ങോട്ടേക്ക് അങ്ങനെ കാര്യമായി ചോദിച്ചിട്ടില്ല. ആകെ ഒരു സാൾട്ടിൻ്റെ ഒന്നാമത്തെ ചോദ്യം മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ കെമിസ്ട്രി പരീക്ഷ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി തരാം. ഞാനിപ്പോൾ തരാൻ പോകുന്ന ഒരു PDF ഉണ്ട്. ഞാൻ ഇന്ന് രാത്രി ആ PDF എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ തരാൻ പോകുന്ന ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എഴുതി വെച്ചോ, ഈ പബ്ലിക് എക്സാം കെമിസ്ട്രി നമ്മൾ തൂക്കിയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഈ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ച ഒരു SSLCയുടെ വാട്സപ്പ് ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തോ. ആ ചാനലിൽ ഞാൻ ഈ PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്യുക. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങളുടെ 7ാമത്തെ ചാപ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇതാ ഓണപ്പരീക്ഷയുടെ വരാൻ ചാൻസുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓണം എക്സാം ഇതാ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാ മോഡൽ എക്സാമിൻ്റെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. മെയിൻ എക്സാമിൻ്റെ കൊടുത്തില്ല, കാരണം അത് വന്നില്ലല്ലോ. ഓക്കെ, സോ 7 ചാപ്റ്ററിന് 1 മുതൽ 7 വരെയുള്ള ചാപ്റ്ററുകളുടെ ചാപ്റ്റർ വൈസ് എഫക്റ്റീവായിട്ടുള്ള ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ടൈപ്പ് കംപ്ലീറ്റ് ഹാർഡ് ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ ഉൾപ്പെടുത്തി അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. പഠിച്ചോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ ഒരു PDF കിട്ടാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ച വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അവിടെ ഞാൻ PDF-ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഠിച്ചോ. ഇനി ഈ PDF നിങ്ങൾക്ക് നോക്കിയിട്ട് ആൻസർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി 7:30 MS-ൻ്റെ ചാനൽ ലൈവ് എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്യുക. സോ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സോൾവ് ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. പരീക്ഷ ടഫാവും എന്ന് പറഞ്ഞാൽ ടഫാവും, അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് എഴുതാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളെ മോഡിഫൈ ചെയ്ത് ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ ഇന്ന് രാത്രി 7:30 എൻ്റെ ലൈവിലേക്ക് വന്നാൽ മതി കേട്ടോ. ഓക്കെ, ബൈ.